അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന റമളാൻ ഷരീഫിലാണ് വിശ്വാസികളായ നമ്മളൊക്കെ ഉള്ളത്. വ്രതമെടുത്തും അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തുമൊക്കെ അള്ളാഹുവിലേക്ക് പരമാവധി അടുക്കാൻ വേണ്ടിയിട്ട് ഈ മാസത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് വ്രതം അള്ളാഹു തആല നിർബന്ധമാക്കിയത് എന്തിനാണ് എന്നുള്ള ചർച്ച ബുദ്ധിജീവികൾക്കിടയിലും മറ്റൊക്കെ പലപ്പോഴായി നടക്കാറുണ്ട്. പല ആളുകളും പറയാറുള്ളത് 11 മാസക്കാലം മനുഷ്യൻ വയറ് നിറച്ച് 1 മാസക്കാലം വയറൊക്കെ ശുദ്ധിയാക്കുവാൻ, ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ നീക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ അങ്ങനെ സംവിധാനിച്ചതാണ് റമദാൻ മാസത്തെ എന്നാണ്. വേറെ ചില ആളുകൾ പറയണത് പട്ടിണി പാവങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല അങ്ങനെ ഒരു മാസം മനുഷ്യരെ കൊണ്ട് വ്രതമനുഷ്ഠിപ്പിക്കുന്നത് എന്നാണ്. വാസ്തവത്തിൽ അതൊക്കെ ഇരുട്ടിൽ തപ്പുന്ന അല്ലെങ്കിൽ അജ്ഞതയുടെ വിവരക്കേടിൻ്റെ ഏറ്റവും വലിയ ഒരു വാതിൽ തുറക്കുന്ന ചില ചിന്താഗതികളും വാദഗതികളുമാണ് അതൊക്കെ. വാസ്തവത്തിൽ എന്തിനാണ് വ്രതം നിർബന്ധമാക്കിയത് എന്ന് നോമ്പ് നിർബന്ധമാക്കിയ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ മുത്തഖീങ്ങളാകുവാൻ വേണ്ടിയാണ്, തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് വ്രതം നിർബന്ധമാക്കിയത് എന്ന് അല്ലാഹു തആല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സ്പഷ്ടമായി പറയുന്നുണ്ടല്ലോ. അപ്പം പിന്നെ വ്രതം നിർബന്ധമാക്കുന്നതിൻ്റെ ഒരു യുക്തിയും അതിൻ്റെ എന്തെങ്കിലും ഒരു കാരണവും അതിൻ്റെ ലോജിക്കൊന്നും നമ്മൾ പിന്നെ വേറെ അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല. അള്ളാഹു തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നസ്സായിട്ട് മുത്തഖീങ്ങളാകുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കിയത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാൽ അവാമിരില്ല വജ്തിനാബു നവാഹി, അള്ള കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എടുക്കുക, അള്ള വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. തഖ്വക്ക് വിവിധങ്ങളായിരിക്കുന്ന അർത്ഥങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ നിർവചനങ്ങളൊക്കെ പല മഹാന്മാരും പല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ തഖ്വ എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ, എല്ലാം കൂടെ സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ ഇംതിസാൽ അവാമിരില്ല വജ്തിനാബു നവാഹി, അള്ള കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എടുക്കുക, അള്ള വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറഞ്ഞത്. ഇന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഇപ്പോൾ എത്ര കാലമായി നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരുപാട് കാലങ്ങളായി. പ്രായമുള്ളവർ അതിനനുസരിച്ച്, പ്രായം കുറഞ്ഞവർ അതിനനുസരിച്ച് നമ്മൾ എത്ര കാലമായി നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത്രയും കാലം നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടും അള്ളാഹു നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കിയ ആ തഖ്വ നമ്മിലുണ്ടായിത്തീരുണ്ടോ ഇല്ലെന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു സംഗതിയാണത്. നോമ്പ് കാലത്ത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സംഗതി അതാണ്. നമ്മൾ അള്ളാഹു തആല ഈ വ്രതം നിർബന്ധമാക്കിയത് എന്തിനാണോ നമ്മൾ അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്തിട്ട് പോലും നമുക്ക് ആ തഖ്വ കിട്ടണില്ലെങ്കിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞതിലൊരിക്കലും അതിൽ ഒരു കളവിൻ്റെ ഒരു ലാഞ്ചന പോലും വരില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാലോ. നമുക്കതിനെ വിശ്വസിക്കാനും പറ്റില്ലല്ലോ. അവൻ വ്രതം നിർബന്ധമാക്കി വ്രതം എടുത്ത ആൾക്ക് തഖ്വ ഉണ്ടാവണം, പക്ഷേ എന്തുകൊണ്ടത് ഉണ്ടാകുന്നില്ല? അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് നമ്മുടെ വ്രതത്തിൽ, നമ്മുടെ നോമ്പിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലിലൂടെ നമുക്ക് ഒരു പുതിയ ഒരു പ്രക്രിയക്ക് വിധേയമാക്കിയിട്ട്, ഒരു അഴിച്ചുപണിക്ക് വിധേയമാക്കിയിട്ട് നമ്മുടെ നോമ്പിലൂടെ തഖ്വ സ്വായത്തമാക്കിയെടുക്കാനുള്ള സംവിധാനങ്ങൾ വരുന്ന കാലത്ത് നമുക്കുണ്ടാവണം. അങ്ങനെയായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ഓരോ ദിവസത്തെ നോമ്പും ഓരോ റമദാനിലെ ഓരോ വർഷത്തെ നോമ്പും ഒക്കെ കടന്നു പോകേണ്ടത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം തഖ്വ കൂടുതലുണ്ടായി, ഇന്നലത്തേക്കാൾ ഇന്ന് തഖ്വ കൂടുതലുണ്ടായി. അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ നോമ്പിൻ്റെ ഒരു ലക്ഷ്യം, അതിലേക്ക് നമ്മൾ കടന്നെത്തുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിസ്കാരം അല്ലാഹു തആല പറഞ്ഞ് ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം, ഒരു മനുഷ്യൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞത് മോശകരമായ കാര്യത്തെ തൊട്ട് മനുഷ്യനെ തടയുമെന്നുള്ളതാണ്. പക്ഷെ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ തന്നെയാണല്ലോ ഏറ്റവും വൃത്തികേടുകൾ ചെയ്യുന്നത്. വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളൊക്കെ നിസ്കരിക്കാത്തവരാണോ? നിസ്കരിക്കുന്നവർ തന്നെയാണ് വൃത്തികേടുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിസ്കാരം വൃത്തികേടിനത്തോട് തടഞ്ഞില്ല? അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിന് എന്തോ പന്തികേടുണ്ടെന്നുള്ളതാണ്. അത് യഥാർത്ഥ നിസ്കാരമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഓരോ നിസ്കാരവും
വൃത്തികേടുകളെ തൊട്ട് തടയാൻ ഉതകുന്ന നിസ്കാരമാകണം. ഓരോ നോമ്പും അവന് തക്കുവ മനുഷ്യൻ ഊട്ടിയുറപ്പിക്കുന്ന നോമ്പാവണം. അപ്പോൾ അങ്ങനെയുള്ള നോമ്പ് നിസ്കാരമാകുമ്പോഴാണ് അള്ളാഹു നമ്മോട് പറഞ്ഞ നോമ്പ് നിസ്കാരം ആവുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന നോമ്പ് നിസ്കാരമൊക്കെ യഥാർത്ഥത്തിൽ ആവുകയുള്ളൂ. അപ്പോൾ ഓരോ വിശ്വാസികളും നമ്മൾ മറ്റുള്ള അനാവശ്യ തർക്കത്തിലേക്ക് പോയിട്ട് സമയം കളയാതെ നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും അള്ളാഹു എന്താണോ ഉദ്ദേശിച്ച് ലക്ഷ്യമാക്കിയത് അതിലേക്ക് വരാവുന്ന രൂപത്തിലുള്ള ചിട്ടപ്പെടുത്തലുകൾ, ക്രമപ്പെടുത്തലുകൾ ഇനിയുള്ള ഓരോ ദിവസവും ഓരോ സമയവും നമ്മിൽ ഉണ്ടാകണം എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ നിസ്കാരക്കാരായി, യഥാർത്ഥ നോമ്പുകാരായി, അത് നമ്മിൽ സംവിധാനിച്ച അള്ളാഹു എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതേപോലെ യഥാർത്ഥ നിസ്കാരവും നോമ്പുമായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കുവാൻ, ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ജീവിക്കുവാൻ, പൂർണ്ണമായ തഖ്വ കൈമുതലാക്കുവാൻ, എല്ലാ വിധത്തിലുള്ള അനാവശ്യങ്ങൾ തൊട്ട് പിന്തിരിഞ്ഞു നിൽക്കുവാനുള്ള ഉതകുന്ന രൂപത്തിലുള്ള നിസ്കാരവും നോമ്പുമായി നമ്മുടെ നിസ്കാരവും നോമ്പും അള്ളാഹു തആല ആക്കി തരട്ടെ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരോടും ദുആ ചെയ്യാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.